വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ്. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിലുള്ള ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിട്ടുള്ള ഒരു ജോലിയല്ലേ ഇൻ്റലിജൻസ് ബ്യൂറോയിലൊക്കെ കിട്ടുകയെന്ന്. അതിനുള്ളൊരു അവസരമാണ് വന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് പോസ്റ്റാണ് ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പം എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ സെൻട്രൽ സർവീസ് ആണ്. ഗ്രൂപ്പ് സി പോസ്റ്റ് ആണ്. ഇതൊരു നോൺ ഗസറ്റഡ് നോൺ മിനിസ്ട്രിയൽ പോസ്റ്റ് ആണ്. ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത് ലെവൽ 7 ആണ്. അതായത് നമുക്കൊരു 45,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു പേ സ്കെയിൽ വരുന്നത്. ബേസിക് പേ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45,000 രൂപയാണ് ബേസിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അലവൻസും എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അലവൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആനുവൽ ഇൻക്രിമെൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ മെഡിക്കൽ ഫെസിലിറ്റീസിന് അത് ജോലി ഉള്ളവർക്കും ഡിപ്പെൻഡൻസിനും മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്. പിന്നെ എല്ലാ വർഷവും എന്തുണ്ട് ഇതുപോലെ നമുക്ക് ടൂർ അങ്ങനെയുള്ള കുറേ ആകർഷകമായിട്ടുള്ള അലവൻസുകളും ഇൻ്റലിജൻസ് ബ്യൂറോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ വേക്കൻസീസിനെ പറ്റി നോക്കുകയാണെങ്കിൽ വേക്കൻസിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അൺറിസർവ്ഡിന് 377 വേക്കൻസി വരുന്നത്. EWS വരുമ്പോൾ 129 വേക്കൻസി ഉണ്ട്. OBCക്ക് 222 വേക്കൻസി, SC 134, ST 133 വേക്കൻസികളായിട്ടാണ്. വേക്കൻസികൾ മൊത്തത്തിൽ നമുക്ക് 995 വേക്കൻസിയാണുള്ളത്. ഏകദേശം 1000 അടുപ്പിച്ച് വേക്കൻസി ഉണ്ട്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാജുവേഷൻ ഓർ ഇക്വലൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗ്രാജുവേഷൻ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇനി ഇതിൻ്റെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ നോളജ് ആണ്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഗ്രിയും ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടർ നോളജും ഉണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. ബേസിക് കമ്പ്യൂട്ടർ നോളജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 27 വയസ്സാണ് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ 18 വയസ്സ് പൂർത്തിയായിട്ട് 27 വയസ്സ് തികഞ്ഞ് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഡിഗ്രി ഹോൾഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ന ഡിഗ്രി എന്നൊന്നും പറയുന്നില്ല, ക്വാളിഫിക്കേഷൻ ഡിഗ്രി മാത്രമേ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പം 18 മുതൽ 27 വരെയുള്ള ഏജ് റിലാക്സേഷൻ ഏജ് ടൈം എന്ന് പറയുന്നത് അൺറിസർവ്ഡിൻ്റെയാണ്. ഇനിയും OBCക്കും SC STക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് 3 വർഷം വരെയും അതുപോലെ തന്നെ SC STക്ക് 5 വർഷം വരെയാണ് ഏജ് റിലാക്സേഷൻ പറയുന്നത്. ഇനിയും പിന്നെ നമ്മൾ നോക്കുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് എക്സാം സെൻറ്റേഴ്സ് എവിടേക്കാണ് ഉള്ളതെന്നാണ്. എക്സാം സെൻറ്റേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള സെൻറ്റേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. നോക്കിയേ, എല്ലാ സ്റ്റേറ്റിലും സെൻറ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മുടെ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ എറണാകുളം ഉണ്ട്, കണ്ണൂരുണ്ട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, അങ്ങനെ 7 സ്ഥലങ്ങളിൽ എന്തുണ്ട്? 7 ജില്ലകളിൽ സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം സെൻറ്റേഴ്സും നമുക്ക് ഒരുപാടുണ്ട്. ഇനിയും ഇതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ അല്ലെങ്കിൽ സ്കീം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടയർ 1 എക്സാമിൽ 100 ക്വസ്റ്റ്യൻ ആണ്. MCQ ആണ് ടയർ 1 എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോപ്പിക്കിൽ ഇതിനെ 5 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ പാർട്ടിലും 20 ക്വസ്റ്റ്യൻ വീതമാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് ആണുള്ളത്. അതിനുശേഷം ജനറൽ സ്റ്റഡീസ്, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ SSC എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ നോക്കുകയാണെങ്കിൽ ബാക്കി ഈ ജനറൽ സ്റ്റഡീസും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഇംഗ്ലീഷും SSCയുടെ സിലബസ് ആണ്. അതിൽ നമുക്ക് കറണ്ട് അഫെയറും പഠിക്കാനുണ്ട്. സോ നോക്കുകയാണെങ്കിൽ SSCയുടെ സിലബസ് തന്നെയാണ്. എക്സാം പാറ്റേണിന് കുറച്ച് മാറ്റമുണ്ട്. അവിടെ 4 പാർട്ടായിട്ടാണെങ്കിൽ ഇവിടെ 5 പാർട്ടാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. 100 ക്വസ്റ്റ്യൻ ആണ് ടയർ 1 വരുന്നത്. ഈ 100 ക്വസ്റ്റ്യന് 1 അവർ ആണ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ടയർ 1 1 അവർ കൊണ്ട് നിങ്ങൾ 100 MCQ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ള ഒരു എക്സാം ആണ് കേട്ടോ. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ടയർ 1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ടയർ 2 എക്സാം നോക്കുകയാണെങ്കിൽ അത് MCQ അല്ല, അത് ഡിസ്ക്രിപ്റ്റീവ് ലെവലാണ്. ഡിസ്ക്രിപ്റ്റീവ് ലെവൽ എന്ന് പറയുമ്പം അത് 50 മാർക്കിനുള്ള എക്സാം ആണ്. ഇതിനകത്ത് എസ്സേ റൈറ്റിങ്ങിന് 30 മാർക്കും ഇംഗ്ലീഷ് കോംപ്രഹെൻഷനും അതുപോലെ പ്രിസിക്കും 20 മാർക്സും ആണുള്ളത്. ടോട്ടൽ 50 മാർക്കാണ് ടയർ 2 എക്സാമിൻ്റെ
മാർക്ക് എന്ന് പറയുന്നത് അതിന് 1 അവർ ടൈമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ 150 മാർക്കാണ് ടയർ 1 ആൻഡ് ടയർ 2 എന്ന് പറയുന്നത്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ടയർ 3 എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിന് 100 മാർക്കാണുള്ളത്. ഇൻ്റർവ്യൂവിന് 100 മാർക്കാണ്. ഇത് മൂന്നുമാണ് ഇൻ്റലിജൻസ് ബ്യൂറോയിലെ എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സിലബസ് നമ്മൾ നോക്കിയപ്പം സിലബസ് നമ്മൾ SSC പ്രിപ്പയർ ചെയ്യുന്ന അതേ സിലബസ് ആണ്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 25/11/2023 ഇനിയും ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15/12/2023 ഇപ്പോൾ SSC അപ്ലൈ ചെയ്യുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സാധാരണ SSC എക്സാമുകളൊക്കെ നമുക്ക് 1 മന്ത് ഉണ്ട് ടൈം. പക്ഷേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 മന്തിൽ ആക്ച്വലി 20 ഡേയ്സ് കൊണ്ട് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് ടൈം അധികമില്ല, 20 ഡേയ്സേ ഉള്ളൂ. ഇപ്പോൾ തന്നെ എത്രയായി, 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. പിന്നെ ഇത് ഫീസ് നമ്മൾ പേ ചെയ്യേണ്ട ഒരു എക്സാമാണ്. ഫീസ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാൻഡിഡേറ്റ്സും 450 രൂപയാണ് ഫീസ് പേ ചെയ്യേണ്ടത്. ഇത് കൂടാതെ UR അതുപോലെ EWS OBCയിൽ വരുന്ന ആൺകുട്ടികൾ മെയിൽ കാൻഡിഡേറ്റ്സ് എക്സ്ട്രാ 100 രൂപ പേ ചെയ്യേണ്ടി വരും. അങ്ങനെ അവർക്ക് 550 ആണ് കൊടുക്കേണ്ടത്. അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് UR അതുപോലെ തന്നെ OBC EWS കാറ്റഗറിയിലുള്ളവർക്ക് 550യും ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും 450യുമാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എക്സാമിൻ്റെ ബാക്കി ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.